ശിവ ഇതാണ് മീനു. നീ ആദ്യമായിട്ടല്ലേ കാണണേ? അതെ അതെ, ഒത്തിരി കേട്ടിരിക്കണു. പക്ഷെ സാരിയൊക്കെ കൊടുത്ത് വന്നപ്പോ കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടല്ലേ? നിങ്ങളെ പോലെ തന്നെ കാണാൻ ഒരു ഐശ്വര്യം ഉണ്ടെന്ന്. നിന്ന് വെച്ചിന്ന് വരും. കേശു അമ്പലത്തിലേക്കൊക്കെ വരാറുണ്ടോ? ഇവൻ എല്ലാ ദിവസവും അമ്പലത്തിലോട്ടൊന്നും വരാറില്ല. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, ഇന്ന് ഞങ്ങളെ നിർബന്ധിച്ച് അമ്പലത്തിലേക്ക് കൊണ്ടുവന്നതാ. എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനായിരിക്കും. ഏതെല്ലാ കാര്യം കേശുവിനെ അവിടെ കാണുന്ന തീരെ പ്രതീക്ഷിച്ചില്ല. ഞാനും തീരെ പ്രതീക്ഷിച്ചില്ല മീനിനൂടെ കാണുന്നു. പക്ഷെ നമ്മക്കിപ്പൊ എന്താന്ന് അറിഞ്ഞൂടെ, ഭയങ്കര പ്രതീക്ഷ തന്നെ ചേച്ചി. അതെ, തേനു അതിരുന്നാ മതി. കേശു കേശു എന്ത് പ്രാർത്ഥിക്കാനാ വന്നേ? അത് ഞാൻ അത് പറഞ്ഞാ പോരെ. ചേച്ചി എന്ത് പ്രാർത്ഥിക്കാനാ വന്നേ? അയ്യോ, അത് മക്കൾക്ക് ചേച്ചിയുടെ മോൻ കണ്ടിട്ട് മനസ്സിലായില്ലേ? എന്ത്? അല്ല, ഒത്തിരി കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കാനുണ്ടെന്ന്. ആ, കൊറേ കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട്. ചേച്ചി ചേച്ചി എന്ന് അമ്പലത്തിൽ വരുമോ? അല്ല, ഇന്നിപ്പൊ കേശു ഉള്ളോണ്ട്. അല്ല, ഇന്ന് രാവിലെ അമ്പലത്തിൽ വരാൻ തോന്നി, അതുകൊണ്ട് അമ്പലത്തിലേക്ക് വന്നു. വെരി നാച്ചുറൽ. പിന്നെ ഇവിടെ സംസാരിച്ചോണ്ട് കേടാ നമുക്ക് തൊഴാം, അല്ലെങ്കിൽ നടയടയ്ക്കും. അല്ല, ഞാൻ തൊഴുതതാ. അത് കുഴപ്പമില്ല, ഒന്നുകൂടെ തൊഴാം. ഒത്തിരി കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ ഉള്ളതല്ലേ? നിങ്ങളെല്ലാരും നിർബന്ധിക്കുവാണെങ്കിൽ കേശു ഒന്ന് നിർബന്ധിക്കടാ. നിർബന്ധിക്കടാ. തൊഴുതിട്ട് പോവാ. നടക്ക്. നാരങ്ങ വെള്ളം കുടിക്കാൻ പോയ അവിടെ, പെട്രോൾ അടിക്കാൻ പോയ അവിടെ, അമ്പലത്തിൽ പോയ അവിടെ, അപ്പുറത്ത് പോയ അവിടെ, ഒന്ന് അവിടെ എവിടെ എവിടെ ഈ വീട്ടിലുള്ളവരൊക്കെ എവിടെ? എന്തോടാ ഇത് ശരിയാവില്ലടയാ, ഇത് ശരിയാവൂല. എന്ത് ശരിയാവത്തില്ലെന്ന്? അത് ശരിയാവൂലെന്ന്. എന്ത് ശരിയാവത്തില്ല? എന്റെ പൊന്നളിയാ, ഞാൻ എവിടെ പോയാലും അവിടെ. ആര്? അത് എവിടെ? എന്ത്? ഇവിടെ ഉള്ളവരൊക്കെ എവിടെ? എവിടെയൊക്കെ കാണും. ആ, വാ 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 വാ. എന്താ ഏതാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക, എന്നെ ഈ വീട്ടിൽ നിന്ന് ആരോ ഒറ്റണുണ്ട്. ആരായാലും ഞാൻ തൂക്കും. എന്താണ് കാര്യം പറ? എന്റെ പൊന്നമ്മായി, ഞാൻ എവിടെ പോയാലും അവിടെ ഇരിക്കണ്. എന്റെ പൊന്നുമക്കളെ അളിയ കേക്കണം. ഇന്നലെ ഞാൻ നാരങ്ങ വെള്ളം കുടിക്കാൻ പോയി, കടയിൽ അവള് നിൽക്കണ്. ഇന്ന് രാവിലെ നമ്മളെല്ലാം അവിടെ അമ്പലത്തിൽ പോയി, അവിടെ അവള് നിൽക്കണ്. കുറച്ചു മുമ്പ് ഞാനൊന്ന് പെട്രോൾ അടിക്കാൻ പോയി, അവിടെ അവള് നിൽക്കണ്. ഞാൻ ഇപ്പൊ മറ്റവന്റെ വീട്ടിൽ പോയി, അവിടെ അവള് നിൽക്കണ്. എല്ലാ സ്ഥലത്തും അവള് നിൽക്കണളിയാ. എവിടെ നിൽക്കുന്നു? നീ പേര് പറ കേശു, എന്നാലല്ലേ മനസ്സിലാവുള്ളൂ. ആ പ്രാങ്ക് പ്രാങ്കാ? അതിപ്പോ കൊറേ പേര് പ്രാങ്ക് ചെയ്യുന്നില്ലേ?